യുദ്ധഭൂമിയിലെ സ്ത്രീ പോരാളികൾ തോക്കേന്തിയ റഷ്യൻ പെൺമനസ്സുകളുടെ തീവ്ര നൊമ്പരങ്ങൾ. സെറ്റ്ലാന അലക്സിയേവിച്ച്. ധാരാളം ഞൊറികളുള്ള പുതിയ ഷിഫോൺ ഉടുപ്പുണ്ടായിരുന്നു എനിക്ക്. എൻ്റെ കൂട്ടുകാരി വീരയ്ക്ക് അത് വളരെ ഇഷ്ടമായിരുന്നു. അവൾ പല തവണ അത് ധരിച്ചു നോക്കുകയും ചെയ്തിരുന്നു. എൻ്റെ വിവാഹ സമ്മാനമായി ഞാൻ ഈ ഉടുപ്പ് നിനക്ക് തരാം. ഞാൻ നേരത്തെ അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു. അടുത്തു തന്നെ അവളുടെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നു. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു വരൻ. അതിനിടയിലാണ് യുദ്ധം തുടങ്ങിയത്. ഞങ്ങൾക്ക് കിടങ്ങുകളിൽ അഭയം തേടേണ്ടി വന്നു. അവനവൻ്റേതായതെല്ലാം ഞങ്ങൾ ആ ക്യാമ്പിൻ്റെ അധികാരിയായ ആൾക്ക് കൈമാറി. ആ ഉടുപ്പ് വീരാ, അത് നിൻ്റെ കയ്യിലിരിക്കട്ടെ. നഗരം വിട്ടു പോരും മുമ്പ് ഞാൻ അവളോട് പറഞ്ഞു. അത് എനിക്കുള്ള വിവാഹ സമ്മാനം എന്നല്ലേ നീ പറഞ്ഞത്? അവളതെടുക്കാൻ കൂട്ടാക്കിയില്ല. ആ തീയിൽ അതും കത്തിച്ചാമ്പലായി. ഞങ്ങൾ പിന്നെയും മുമ്പോട്ട് നടന്നു. വീണ്ടും പിറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഒരിടത്ത് നിൽക്കാതെ രാത്രി മുഴുവൻ ഞങ്ങൾ നടന്നു. പുലർച്ചയോടെ ജോലി സ്ഥലത്തെത്തി. അവിടെ ഞങ്ങൾക്ക് ടാങ്കുകളെ ചെറുക്കാനുള്ള കിടങ്ങുകൾ കുഴിച്ചു. 7 വാര നീളമുള്ള 3.5 വാര ആഴമുള്ള ഒന്ന്. അത് കുഴിക്കവേ എൻ്റെ മൺവെട്ടി ചൂടായി തീ പോലെ പൊള്ളാൻ തുടങ്ങി. താഴെ മണലിന് ചുവന്ന നിറം. എൻ്റെ കൺമുമ്പിൽ അപ്പോഴും തെളിഞ്ഞു നിന്നത് എൻ്റെ വീടായിരുന്നു. നിറയെ ലൈലാക്ക് പൂക്കൾ വിടർന്നു നിൽക്കുന്ന എൻ്റെ വീട്. വെളുത്ത ലൈലാക്ക് പൂക്കൾ. 2 നദികൾക്കിടയിലുള്ള ഒരു ചതുപ്പ് പ്രദേശത്ത് ഞങ്ങൾ കുടിലുകൾ കെട്ടി താമസിച്ചു. കഠിനമായ